നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു ഡ്രീമാണ് പുതിയ ഒരു കാർ. ഷോറൂമിൽ നിന്ന് പുതുപുത്തൻ വണ്ടി ഇറക്കുമ്പോഴുള്ള ആ ആഹ്ലാദമൊന്ന് വേറെ തന്നെയാണ്. പക്ഷേ ആ കീ കയ്യിൽ കിട്ടുന്ന ആ നിമിഷം മുതൽ നിങ്ങളറിയാതെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ലക്ഷങ്ങളാണ് ചുരിയുന്നതെന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2026 പുതിയ ഒരു കാർ ഷോറൂമിൽ നിന്ന് പുറത്തേക്കിറക്കുന്ന ആ സിംഗിൾ സെക്കൻഡിൽ തന്നെ അതിൻ്റെ വാല്യൂ 25% ആണ് കുറയുന്നത്. ഇതാണ് ഡിപ്രീസിയേഷൻ. നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം വഴിയിൽ പാഴായി പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാസം തോറുമുള്ള EMI നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തെ എങ്ങനെ ക്വയറ്റ്ലി ഹൈജാക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പ്രഥമദൃഷ്ടിയിൽ അഫോർഡബിൾ എന്ന് തോന്നുന്ന ഒരു മൈനർ EMI വർഷങ്ങളോളം നിങ്ങളെ ഒരു നിശ്ചിത വരുമാനത്തിൽ തരിച്ചു നിർത്തും. 2026 കാർ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ്സ് മൈനസ് മുതൽ 11% വരെയാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് നിയമപരമായ കൊലാരൂപമാണ്. മറ്റൊരു സത്യം എന്തെന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ വണ്ടി കിട്ടാൻ ഒരു ക്ഷാമമില്ല. ഷോറൂം ലോട്ട്സ് എല്ലാം നിറഞ്ഞു കവിയുകയാണ്. സപ്ലൈ കൂടിയതോടെ പുതിയ വണ്ടികളുടെ റീസെയിൽ വാല്യൂ മാർക്കറ്റിൽ ദാരുണമായി ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. വണ്ടി വാങ്ങുമ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള പ്രോസസ്സിംഗ് ഫീസും മറ്റു ചാർജസും നമ്മളെ പിന്നീട് ഞെട്ടിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു ആഡംബരം കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വാങ്ങുന്ന പുതിയ കാർ നമ്മുടെ ഭാവിയെ ബാധിക്കരുത്. ഈ വർഷം ഒരു പുതിയ കാർ ഫൈനാൻസ് ചെയ്ത് വാങ്ങുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് ലോക്ക് ചെയ്യുന്നത്. 2026 കാർ ഇൻഷുറൻസ് പ്രീമിയമുകൾ ഭയങ്കരമായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തലവേദനയാണ്. മോഡേൺ വണ്ടികളിലുള്ള ADSും മറ്റ് ഹൈടെക് സെൻസറുകളും വണ്ടിയുടെ സുരക്ഷ കൂട്ടുമെങ്കിലും മെയിൻ്റനൻസ് കോസ്റ്റ് ഇരട്ടിയാക്കുന്നു. ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായാൽ പോലും ഈ അഡ്വാൻസ്ഡ് പാർട്സ് റിപ്പയർ ചെയ്യാൻ ഇപ്പോൾ ലക്ഷങ്ങൾ തുറക്കേണ്ടി വരും. നമ്മുടെ കേരള റോഡുകളിലുള്ള പുഴികളും വെള്ളക്കെട്ടുകളും ഈ സെൻസറുകളെ മിക്കപ്പോഴും ഡാമേജ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോർമൽ മെക്കാനിക്മാർക്ക് ഇത് നന്നാക്കാൻ കഴിയില്ല. ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോയി കമ്പ്യൂട്ടറൈസ്ഡ് കാലിബ്രേഷൻ ചെയ്യാൻ നല്ല ഒരു തുകയാവും. ഇതിൻ്റെ കൂടെ ഫ്യൂവൽ കോസ്റ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു മാസം വണ്ടി ഓടിക്കാൻ വേണ്ടി വരുന്ന തുക ദാരുണമാണ്. ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഷുറൻസ് ഹൈക്ക്, പിന്നെ അഡ്വാൻസ്ഡ് റിപ്പയർ കോസ്റ്റ്സ്, ഈ 3 കാര്യങ്ങളും ചേർന്നാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ മൊത്തമായി തോർത്തുന്നത്. വണ്ടി വാങ്ങുന്ന പലരും ഈ അടിയൊഴുക്കുകൾ മിക്കപ്പോഴും മൈക്രോ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വിട്ടുപോകുന്നു എന്നതാണ് വാസ്തവം. GSTയും ഹൈ ലേബർ ചാർജസുമുള്ള ഈ കാലഘട്ടത്തിൽ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലെ ബില്ലിംഗ് ഒരു തകർപ്പൻ ഷോക്സ് ആയിരിക്കും. റെഗുലർ മെയിൻ്റനൻസ് ആയ ടയർ റീപ്ലേസ്മെൻറ്റ്, വീൽ അലൈൻമെൻറ്റ് എല്ലാം കൂടി ആവുമ്പോഴാണ് ആർക്കും കാറിൻ്റെ ആക്ച്വൽ കോസ്റ്റ് മനസ്സിലാവുക. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ചൂലലടിക്കുന്നത് പോലെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ആളുകളെ കാണിക്കാനുള്ള ഒരു സ്റ്റേറ്റസ് സിമ്പലിനു വേണ്ടി നമ്മൾ എത്ര വലിയ വിലയാണ് കൊടുക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന റോളിംഗ് ഫൈനാൻഷ്യൽ കോൺസെപ്റ്റ് നമ്മൾ ക്ലിയറായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ കാർ EMIക്ക് വേണ്ടി കളയുന്ന തുക ഒരു നല്ല ഡൈവേഴ്സിഫൈഡ് ഇൻഡെക്സ് ഫണ്ടിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇട്ടിരുന്നെങ്കിൽ എന്താവും? കാർ അസറ്റ് വർഷം തോറും ക്ഷയിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് വർഷം തോറും കമ്പൗണ്ട് ചെയ്ത് വളരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ തുകയെന്ന് കരുതുന്ന ഈ 20,000 25,000 രൂപ 10 വർഷം കൊണ്ട് ധാരാളം ലക്ഷങ്ങളായി മാറിയേനെ. 10 വർഷത്തെ ആ ടൈം ഫ്രെയിം എടുത്ത് ചെക്ക് ചെയ്താൽ കാറിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ഓർ ട്രിപ്പിൾ ആവും. ഒരു നല്ല SIP തുടങ്ങാൻ കാണിക്കാത്ത ഭദ്രത നമ്മൾ പലപ്പോഴും ഒരു പുതിയ കാർ വാങ്ങാൻ കാണിക്കാറുണ്ട്. യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് ഷോ ഓഫ് വണ്ടികളല്ല, പക്ഷേ നമ്മളുടെ ബാങ്ക് ബാലൻസും മനസമാധാനവുമാണ്. സമയവും പണവും തമ്മിലുള്ള ഈ റിലേഷനെ തിരിച്ചറിയുന്ന ബുദ്ധിമാനായ ഒരു ഇൻവെസ്റ്റർ മിക്കപ്പോഴും ചുവട് മാറ്റി ചുവട് വയ്ക്കും. അതുകൊണ്ട് പുതിയ കാർ ബ്രോഷറുകൾ നോക്കി കൊതിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. മാത്ത് ക്ലിയർ ആണ്. ഒരു സൈഡിൽ പൂർത്തിയായി നശിക്കുന്ന അസറ്റ് മറു സൈഡിൽ മൾട്ടി മില്യൺ അസറ്റായി വളരുവാനുള്ള സാധ്യത. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് ഈ ഡേറ്റ ഡ്രിവൺ നമ്പേഴ്സ് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ റിട്ടയർമെൻറ്റ് കാലത്ത് നമ്മെ തുണയ്ക്കുക നമ്മുടെ വണ്ടിയുടെ മോഡലല്ല, പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ ഈ വെൽത്താണ്. അപ്പോൾ ഇതൊന്നുമല്ലാതെ എന്താണ് പ്രതിവിധി?
ഇവിടെയാണ് സർട്ടിഫൈഡ് യൂസ്ഡ് കാർ മാർക്കറ്റിലുള്ള പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. 3 വർഷം പ്രായമുള്ള നല്ല സർവീസ് ഹിസ്റ്ററിയുള്ള ഒരു വണ്ടി വാങ്ങിയാൽ ഇനീഷ്യൽ ഡിപ്രീസിയേഷനിൽ നിന്ന് നമുക്ക് പൂർത്തിയായും രക്ഷപ്പെടാം. ഇനി വണ്ടി വാങ്ങുവാൻ പോവാൻ തോന്നിയാൽ ഈ പറയുന്ന 24-10 റൂൾ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വണ്ടി വിലയുടെ കുറഞ്ഞത് 20% ക്ലിയറായി ഡൗൺ പേയ്മെന്റായി മുതൽക്കാനായി അപ്ഫ്രണ്ട് നൽകുക. ലോൺ ടെന്യൂർ എന്ന് പറയുന്നത് ഒരിക്കലും 4 വർഷത്തിൽ കൂടുതൽ സ്ട്രെച്ച് ചെയ്ത് ബാങ്കുകൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കി കൊടുക്കരുത്. നിങ്ങളുടെ ആകെ വരുമാനത്തിൽ നിന്ന് 10% കൂടുതൽ ഒരിക്കലും കാർ പേയ്മെന്റ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസിൽ ചെലവഴിക്കരുത്. ഈ സിമ്പിൾ ഫ്രെയിംവർക്ക് ഫോളോ ചെയ്ത വണ്ടി വാങ്ങിയാൽ നിങ്ങളുടെ വാളറ്റ് സേഫ് ആയിരിക്കും. ലോങ് ടേം പോർട്ട്ഫോളിയോയ്ക്ക് ഭംഗമേ വരില്ല. വണ്ടി വാങ്ങി ബാക്കി വരുന്ന ആ തുക ധാരാളം ലക്ഷങ്ങളായി കമ്പൗണ്ട് ചെയ്യാൻ ഡയറക്റ്റ് ഓട്ടോമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റുക. തിങ്ക് സ്മാർട്ട്. ലോകം കാണിക്കാനുള്ള ആഭരണം വേണോ അതോ ലോങ് ടേം സെക്യൂരിറ്റി വേണോ എന്ന് ഇപ്പോൾ ഡിസിഷൻ എടുക്കാം. ബുദ്ധിമാനായ ഒരു കൺസ്യൂമറായി 2026 ഫൈനാൻഷ്യൽ ട്രാപ്പുകളിൽ നിന്ന് അകന്നു നിൽക്കുകയെന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ അനലിറ്റിക്കൽ മാത്ത് മാത്രം കൊണ്ടുള്ള ധാരാളം ഡിസിഷൻസ് നിങ്ങളുടെ വരുംകാല ജീവിതം സേഫാക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇത്തരമുള്ള പ്രാക്ടിക്കൽ ഫൈനാൻഷ്യൽ ഡേറ്റ ഡ്രിവൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത്